എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പെണ്ണോടിയും പറയും. നല്ല വാശി പിടിച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഈ ചെരുപ്പ്. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തോന്നും, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെ അറിയാത്തവർക്ക്, പേഴ്സണലി അറിയാത്തവർക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ലെറ്റ് മീ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സാഗരിക. വളരെ കോമൺ ആയിട്ടുള്ളൊരു നെയിം അല്ല, അതുപോലെ ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ നാട് വടകരയാണ്. വടകര എന്ന് പറഞ്ഞാൽ മാഹിക്ക് അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, കോഴിക്കോട് ജില്ലയിൽ. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് കാക്കനാട് സ്മാർട്ട് സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, പൈത്തൺ ഡെവലപ്പറാണ്. ഞാൻ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു 3 മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. അതെനിക്ക് കുറച്ചൊരു ഹെൽത്ത് ഇഷ്യൂസും റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോം കണ്ടിന്യൂ ചെയ്തതാണ്. ഞാൻ ഇപ്പം ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്, വർക്ക് ഫ്രം ഹോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി എന്നെ പറ്റിയുള്ളൊരു ബേസിക് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. വെഡിങ് ആനിവേഴ്സറി ആക്ച്വലി കഴിഞ്ഞ മാസം. പക്ഷെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഇവർ പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ അച്ഛൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോസ്, പിന്നെ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ, നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കൂലേ, അതൊക്കെ. അപ്പം അതൊക്കെ ഞാൻ നോക്കുമ്പോൾ അതിങ്ങനെ പോകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അത് കുറച്ചൊരു എന്താ പറയുക, ചീത്തയാവാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പഴയ ഫോട്ടോസൊക്കെ പറയുമ്പോൾ ഒരു നല്ല മെമ്മറീസ് ആണല്ലേ. അപ്പം ആ മെമ്മറീസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഓർത്ത് വെക്കാം, അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും അല്ലേ. എന്താ പറയുക, മെമ്മറി എന്ന് പറഞ്ഞാൽ ഗുഡ് മെമ്മറീസ്, നല്ല മെമ്മറീസ് മാത്രം. അപ്പോൾ നമുക്ക് ഫോട്ടോസ് ഉണ്ടല്ലോ. ഈ ഫോട്ടോ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ ഇത് കല്യാണത്തിന്റെ ഫോട്ടോ ആണ് കേട്ടോ. അമ്മയുടെ ഒരു മഞ്ഞ സാരി ആയിരുന്നു. അമ്മയ്ക്ക് മെലിഞ്ഞിരിക്കുന്നുണ്ടോ. ഇതെന്താന്ന് വെച്ചാല് ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അച്ഛമ്മ മൂത്തയ്ക്ക് പുടവ കൈമാറുന്ന ഫോട്ടോ ആണ് ഇത്. ഈ കയ്യിൽ കൊടുക്കുന്നത് പുടവയാണ് കേട്ടോ, പെട്ടിയിൽ. ഈ ഫോട്ടോ ഉണ്ടോ, ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തയാണ്, എൻ്റെ അച്ഛൻ്റെ ചേച്ചി. അച്ഛൻ്റെ ചേച്ചി ഉണ്ട്, അച്ഛൻ്റെ അനിയത്തിയും ഉണ്ട് അതിൻ്റെ അവിടെ തന്നെ. ഇത് എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ്, ഇത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ്. അപ്പോൾ പുടവക്കാരെന്ന് പറയും. പുടവ ഇല്ലേ, നമ്മുടെ മന്ത്രകോടി, ഇപ്പം മന്ത്രകോടി എന്നാണ് പറയുന്നത്, നമ്മൾ പുടവ എന്ന് പറയും. പെണ്ണ് കല്യാണത്തിന് ഉടുക്കുന്ന സാരി, ആ സാരി കല്യാണ ചെക്കൻ്റെ പെങ്ങളാണ് കൊണ്ടുപോവുക. പണ്ടൊക്കെ കല്യാണത്തിന്റെ സെയിം ദിവസം, ഇപ്പൊ ഇന്നാണ് കല്യാണമെങ്കിൽ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പോയിട്ട് ഇവരാണല്ലോ റെഡിയാക്കുക. ഇപ്പോഴല്ലേ മറ്റേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ വന്ന് തലേ ദിവസം പുടവ കൊടുക്കുന്ന ഇതായത്. പണ്ടൊക്കെ കല്യാണത്തിന് അന്ന് രാവിലെ ആയിരുന്നു പുടവ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പുടവ കൊടുക്കാൻ പോകുന്ന ടീമാണ് ഇത്. ഇവരെ പുടവക്കാരെന്നാണ് നമ്മൾ പറയാ, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പറയാ. അപ്പൊ ഇതാണ് പുടവക്കാരൻ. ഈ ഒരു ഫോട്ടോ ഉണ്ടോ, ഈ ഒരു ഫോട്ടോ എന്താ വെച്ചാല് കല്യാണത്തിന് പണ്ടൊക്കെ നമ്മുടെ ഈ ടൈപ്പ് ബസ് വിളിച്ചിട്ടാണ് കല്യാണത്തിന്. എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പെണ്ണോടി എന്ന് പറയും. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പോവില്ലേ പെണ്ണിന്റെ വീട്ടിലേക്ക്, അവരെ പെണ്ണോടിക്കാർ എന്ന് പറയും. അപ്പൊ പെണ്ണോടിക്കാർ പണ്ട് പോകുന്ന ബസ്സാണിത്. അപ്പൊ ഈ ബസ്സിലായിരുന്നു എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പെണ്ണോടിക്കാർ പോയത് അമ്മയുടെ വീട്ടിലേക്ക്. ഇത് അമ്മയുടെ ബ്രൈഡൽ ലുക്കാണ്. ഇതെന്റെ പോയിന്ന് വെച്ചാൽ ഇത് പഴയതായി, ചീത്തയായി ഫുള്ളായിട്ട്. പക്ഷെ ഇതുണ്ടോ, പണ്ടത്തെ ഹെയർ സ്റ്റൈൽ, മറ്റേ മുല്ലപ്പൂ ഇവിടെ നിന്നൊക്കെ വെച്ചിട്ടുള്ള സാധനം അങ്ങനെയായിരുന്നു. അതെ, ഒരുപാട് കല്യാണത്തിന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഈ നമ്മൾ വെറ്റിലൊക്കെ കൊടുത്ത് അനുഗ്രഹം മേടിക്കൂലേ, ആ ഫോട്ടോസ്, അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ്. ഇത് കല്യാണ മണ്ഡപത്തിൽ ഇരുന്നിട്ട് നമ്മുടെ നമ്പൂതിരില്ലേ, അച്ഛൻ്റെ കയ്യിൽ ഈ സാധനം പനിനീർ കൊടുക്കുന്നതാണ്. ഈ ഫോട്ടോ എൻ്റെ അമ്മയും
അമ്മ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാതെ മോതിരിട്ട് കൊടുക്കാണ്. കണ്ടോ? ഈ ഒരു ഫോട്ടോയില് ഓൾമോസ്റ്റ് എൻ്റെ ഫാമിലിയിലുള്ള കുറെ പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ വട്ടം വട്ടം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആരെ ചെയ്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. ഐഡന്റിഫൈ ചെയ്യാനാന്ന് തോന്നുന്നു. വട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് അവരുടെ തലയ്ക്ക്. അപ്പോൾ ഇതില് എൻ്റെ മേമ, വല്യച്ഛൻ, മൂത്ത, അച്ഛൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഇതിൽ. പിന്നെ വല്യച്ഛൻ, മേമന്റെ മോനുണ്ട്, മൂത്തേട്ടൻ. ആ ചേട്ടനൊക്കെ കുഞ്ഞായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. അവിടെ പോയി ഇതാ ഇവിടെ ഇത് പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഞാനല്ല, ഇതെന്റെ ചേച്ചിയാണ്. അംഗൻവാടി കലോത്സവത്തിൽ എന്തോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കേട്ടോ. ഇത് കൊള്ളാല്ലേ? എനിക്ക് ഓർമ്മയില്ല, ഇത് ഞാൻ കുഞ്ഞായിരിക്കും. പക്ഷെ ഇവരിങ്ങനെ അമ്മയൊക്കെ പറയാറുണ്ട് എന്തോ ഒരു മഞ്ഞക്കിളിയുടെ എന്തോ പാട്ടാണ്, അതുകൊണ്ട് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ. ഇത് അയ്യോ, ഇതില് വർഷമില്ല, ഏതാ വർഷം എന്നുള്ളതില്ല, ഡേറ്റ് മാത്രമേ ഉള്ളൂ. മാർച്ച് 23, 24. പിന്നെ ഡേറ്റ് മാത്രമല്ല, ഞാനും അംഗനവാടിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കലാകാരിയായിരുന്നു. ഞാൻ പാട്ടാണെന്ന് തോന്നുന്നു എൻ്റെ മെയിൻ ഐറ്റം. അത് ഞാൻ പാട്ട് പഠിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ടൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇതില് കണ്ടോ, എനിക്ക് മാത്രം മൈക്കില്ല. പിന്നെ ഇവിടെ ഒരു വട്ടം ഇട്ട് വെച്ചേക്കുന്നെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ സ്കേർട്ടിൻ്റെ അവിടെ ഒരു റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല, അമ്മ പറഞ്ഞതാണ്. ഈ പരിപാടി കഴിഞ്ഞിട്ടോ അല്ലെ പരിപാടിന്റെ മുന്നേ എന്തോ ചായ കുടിക്കുമ്പോൾ, ഇതെന്റെ ഫേവറേറ്റ് ഡ്രസ്സായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ മറിഞ്ഞു ഇവിടെ, ഈ ഡ്രസ്സിന്റെ ഇവിടെ. അതാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ചായ മറിഞ്ഞിട്ട് ഈ ഡ്രസ്സിൽ കറയായി, ചായയുടെ കറയായി. അപ്പൊ അത് പിന്നെ ഇടാൻ പറ്റില്ല തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് ഈ ഫോട്ടോയ്ക്ക്. പിന്നെ നെക്സ്റ്റ് ഒരു ഫോട്ടോ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. ഇത് എനിക്കറിയില്ല എനിക്ക് എത്ര വയസ്സായിരുന്നു എന്ന്. ഞാനും ചേച്ചി, അമ്മയും അച്ഛനും. അപ്പോൾ ഇതില് എനിക്ക് കണ്ടോ, സോക്സും ചെരുപ്പിന്റെ കൂടെ സോക്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അന്നത്തെ ഫാഷൻ അതായിരുന്നു തോന്നുന്നു. പക്ഷെ ഇതിലുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് പണ്ട് മുതലേ ചെരുപ്പുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി ഇട്ട ചെരുപ്പുണ്ടോ, ഒരു സാധാ ചെരുപ്പാണ്. പക്ഷെ ഞാൻ ഇട്ടത് കുറച്ചുകൂടി മുത്തൊക്കെയുള്ള ചെരുപ്പ്. എനിക്കറിയില്ല എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഇട്ടത് ഒരു മുത്തൊക്കെയുള്ള ചെരുപ്പാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നല്ല വാശി പിടിച്ച് കരഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഈ ചെരുപ്പ്. എനിക്ക് പണ്ട് മുതലേ മുത്ത് പിടിപ്പിച്ച ചെരുപ്പ് കുറച്ചൊരു ക്രേസ് ആയിരുന്നു എനിക്ക് പണ്ട് മുതലേ. അതെനിക്ക് ഓർമ്മയുണ്ട്. അന്ന് തന്നെ എടുത്ത വേറൊരു ഫോട്ടോ ആണ്, വേറൊരു പോസ്റ്റ്. ഇതിൽ കുറച്ചുകൂടി ചെരുപ്പ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഫോട്ടോ പിന്നെയും പോയി. മറ്റേതിന് അത്ര ഇതില്ല, ഇത് പിന്നെയും പോയി. പിന്നെ കുറച്ചുകൂടി റീസെന്റ് ആയിട്ട് എടുത്ത ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്. ഇതാണ്. പക്ഷെ ഇതിലും കുറെയൊക്കെ പോയിണ്ടോ, ഈ സൈഡൊക്കെ ചീത്തയായി. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ ആയിരിക്കും തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു പോസ്റ്റിൽ ഞാൻ ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ ഞങ്ങള് ഫാമിലി മൊത്തത്തിൽ, ഞങ്ങളൊരു വലിയ ഫാമിലി. അപ്പൊ ഫാമിലി മൊത്തത്തിൽ ഒരു ബസ്സിൽ ഊട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മള് അപ്പൊ തന്നെ ഫോട്ടോ തരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഫോട്ടോ എടുത്തതാണ് ഇത്. പക്ഷെ ഇത് ഒരുപാട് വർഷം, ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോ ആയിരിക്കും പോയത് ഞങ്ങൾ ഊട്ടിക്ക്. അപ്പോൾ ഇപ്പായിട്ടും അത് കളർ മങ്ങിപ്പോയി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ പഴയ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഈ പഴയ ഫോട്ടോസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെമ്മറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ബൈ.